AICC വിലക്കുണ്ടായിട്ടും മുഖ്യമന്ത്രി ചർച്ച തുടരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം അടങ്ങിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചും അണികൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. അതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ഫ്ലക്സും പ്രത്യക്ഷപ്പെട്ടു. വിവരങ്ങളുമായി ബിനോയാണ് ചേരുന്നത്. ബിനോയ്, ഇപ്പോൾ AICCയുടെ വിലക്കുണ്ടായിട്ടും മുഖ്യമന്ത്രി ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചാണ് ഇപ്പോൾ അണികൾ തമ്മിലുള്ള വാദങ്ങളുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? നേരത്തെ അവകാശവാദങ്ങളാണ് കോൺഗ്രസിൽ ഉയർന്നു വന്നതെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെയാണ് എറണാകുളം DCC ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി നടത്തുന്ന PR ജോലികൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ആളിനെ തന്നെ വ്യക്തിപരമായി അവഹേളിക്കാൻ തരത്തിലേക്ക് അല്ലെങ്കിൽ നേതാവിനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഗ്രൂപ്പുകൾ വളരെ ശക്തമായി മുഖ്യമന്ത്രി പദത്തിന് രംഗത്തെത്തി എന്നുള്ളതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം AICC നേതൃത്വം ശക്തമായ ഭാഷയിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം നൽകിയത്. ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഇത് തന്നെ പറഞ്ഞിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങൾ ഉയരുകയാണ് എന്നുണ്ടെങ്കിൽ കർശനമായ അച്ചടക്ക നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഫ്ലക്സ് ബോർഡുകളുടെ ഒരു യുദ്ധം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അതും പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് ഉയരുക എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന ശക്തമായ ഗ്രൂപ്പ് വഴക്കിൻ്റെ സൂചനകൾ കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം VD സതീശന് അല്പം മേൽക്കൈയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ കൂടുതലുള്ള അദ്ദേഹത്തോട് താല്പര്യമുള്ള ആളുകൾ കൂടുതലുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർത്തുക എന്നുള്ളത് പറയുമ്പോൾ ഇതിനകത്ത് ജില്ലയിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനം കോൺഗ്രസിനകത്ത് തലയെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ KPCC ഇതൊന്നും കണ്ട മട്ടിലല്ല. കാരണം ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. കാരണം അത്തരത്തിൽ എല്ലാ നിർദ്ദേശങ്ങളും AICC KPCCക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. മെയ് 4-ാം തീയതി മാത്രമാണ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഫലപ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ആണ് ആര് വിജയിക്കുന്നു അവർക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ എന്നുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത് എന്നുള്ളതാണ് AICCയുടെ വിലയിരുത്തൽ. ഇതിനെതിരെ നേരത്തെ തന്നെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധം ശക്തമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ലീഗ് പറഞ്ഞത് ജനവിധി അല്ലെങ്കിൽ ജനഹിതം അറിഞ്ഞു വേണ്ട പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങളുടെ തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കേണ്ടത് എന്ന തരത്തിൽ ലീഗ് തന്നെ പറഞ്ഞു വെക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പും വലിയ തരത്തിലുള്ള പ്രതിഷേധം അവർ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡും AICCയും ഒക്കെയാണ്. ഒപ്പം ഇത്തരം കാര്യങ്ങളിലെ ചർച്ചകൾ ഒഴിവാക്കണം എന്ന തരത്തിലേക്ക് ജോസഫ് ഗ്രൂപ്പും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഘടകകക്ഷികൾക്ക് തന്നെ ഒരു വലിയ തരത്തിലുള്ള അതൃപ്തി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് കോൺഗ്രസിനകത്തുള്ള ചില നേതാക്കന്മാരുടെ അണികൾ തങ്ങളിൽ പരസ്പരം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി പോരടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. നിലവിൽ ഇതുവരെ കേരളത്തിൽ കാണാത്ത തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി ഉയർന്നിരിക്കുന്നത്. കേവലം ഇനിയും വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഏതർത്ഥത്തിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി നേതാക്കന്മാർ തങ്ങളിൽ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ അണികൾ തമ്മിൽ ഇങ്ങനെ പോരടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചയായി മാറപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് രമേശ് ചെന്നിത്തലയുടെ പേരിൽ ഒരു പേജ് അടങ്ങുന്ന ഒരു ചിത്രങ്ങളോട് കൂടിയ ഒരു പേജ് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ 8ാം ക്ലാസ് അല്ലെങ്കിൽ വിദ്യാർത്ഥി ജീവിതം മുതൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ ജീവിതം തുറന്നു കാണിക്കുന്ന തരത്തിലുള്ള ഒരു പേജായിരുന്നു അത്. കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിലും അത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ പരസ്യങ്ങൾ നൽകിയും ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയുമൊക്കെ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വാദപ്രതിവാദങ്ങൾ ഉയർത്തുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പോകുന്നത് വലിയ തരത്തിൽ നേതാക്കന്മാർക്കും ഒപ്പം ഘടകകക്ഷികൾക്കും വലിയ തരത്തിലുള്ള ശക്തമായ
എതിർപ്പും വിയോജിപ്പും ഈ നേതാക്കന്മാർക്കുണ്ട്. ആ എതിർപ്പുകളും വിയോജിപ്പും ഒക്കെ മറികടന്നുകൊണ്ടാണ് ചില നേതാക്കന്മാരുടെ അണികൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നത്. ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് ഒരു അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം 3 പേരുടെ പേരിലാണ് ഇപ്പോൾ പരസ്പരം അവകാശവാദം ഉന്നയിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതിനെല്ലാം ഉപരിയായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ പരസ്യമായി തള്ളിപ്പറയാൻ ഇവർ നേതാക്കന്മാർ തയ്യാറായിട്ടില്ല. പലപ്പോഴായി പലതരത്തിൽ പല മേഖലകളിലായിട്ടാണ് നേതാക്കന്മാർക്ക് വേണ്ടി അണികളുടെ ഭാഗത്തു നിന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും വാദപ്രതിവാദങ്ങൾ നടത്തിയുമൊക്കെയുള്ള ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലും ഇത് ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ലീഗ് അവരുടെ കടുത്ത വിയോജിപ്പ് ഇത്തരം കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതിനെല്ലാം ഉപരിയായി ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം AICC തീരുമാനമനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രി പദത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. മാത്രവുമല്ല, സാധാരണഗതിയിൽ വിജയിച്ചു വരുന്ന MLA-മാർ ആണ് ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ലീഡറിനെ, പാർലമെന്ററി പാർട്ടി ലീഡറിനെ തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ ഒരു തരത്തിലുള്ള നീക്കങ്ങൾക്കുള്ള സമയമായിട്ടില്ല. അതിനു മുമ്പേ തന്നെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ കടുത്ത വിയോജിപ്പാണ് ഇപ്പോൾ ഘടകകക്ഷികൾക്കുമുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള പോരുകൾ മുറുകിയിരിക്കുന്നത് പാർട്ടിയെ ബാധിക്കും. ഒപ്പം പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ശക്തമായ ഭാഷയിൽ തന്നെ ഘടകകക്ഷികൾ ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ എതിർക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി, വ്യക്തമാണ്. AICCയുടെ വിലക്കുണ്ടായിട്ടും ഇപ്പോഴും കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ചിത്രങ്ങളടങ്ങിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ചാണ് അണികൾ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ശക്തി പ്രാപിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ എറണാകുളം DCC ഓഫീസിന് മുന്നിലും ഫ്ലെക്സുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മലപ്പുറത്തും ഇത്തരത്തിൽ VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. തവനൂർ മണ്ഡലത്തിലെ തൃപ്പങ്ങോട് പെരുന്തല്ലൂർ ഭാഗത്താണ് ഈ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. നേരത്തെ തവനൂർ പാറപ്പുറത്തും ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന അവിടെ ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നത്. എന്തായാലും ഫ്ലെക്സിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം പരാതി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും AICCയുടെ വിലക്കുണ്ടായിട്ടും മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് D. ബിനോയാണ്.